കായംകുളത്ത് സീറ്റ് ലഭിക്കാത്തതിൽ നിരാശയില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു. സീറ്റ് ലഭിക്കാത്തതിനാൽ പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങളും വാർത്തകളും തള്ളിക്കൊണ്ട് ഫേസ്ബുക്കിലാണ് പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് സീറ്റ് ലഭിക്കാത്തതിൽ നിരാശയില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു ഫേസ്ബുക്കിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. സീറ്റ് ലഭിക്കാത്തതിനാൽ പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങളും വാർത്തകളും അരിത ബാബു തന്റെ പോസ്റ്റിൽ തള്ളുന്നുണ്ട്. എം ലിജുവിനു വേണ്ടി കായംകുളത്ത് പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് അരിത പറയുന്നു. പാർട്ടി വിടും എന്ന പ്രചാരണം വ്യാജം. എം ലിജുവിനു വേണ്ടി മാറി നിൽക്കണമെന്ന് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ഈ മാറി നിൽക്കൽ 10,000 തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് ലഭിക്കുന്നതിന് തുല്യമാണ്. മരണം വരെ കോൺഗ്രസ് ആയിരിക്കുമെന്നും ഫേസ്ബുക്കിലെ തന്റെ കുറിപ്പിൽ പറയുന്നു. കഴിഞ്ഞ തവണ കായംകുളത്ത് അരിത ബാബു ആയിരുന്നു UDF സ്ഥാനാർത്ഥി. ഇത്തവണയും അന്തിമ പരിഗണനാ ലിസ്റ്റിൽ അരിത ബാബു ഉണ്ടായിരുന്നു. ഒരു ചെറിയ നിരാശ പോലും തന്നെ ബാധിച്ചിട്ടില്ല എന്നും സ്ഥാനമാനങ്ങൾ മോഹിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഒരിക്കൽ പോലും തന്റെ മനസ്സിൽ വന്നുപോയിട്ടില്ല എന്നും അരിത ബാബു പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. കാരണം എന്റെ അച്ഛന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്നാണ് ഞാൻ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിലേക്ക് കടന്നു വന്നത്. അന്നത്തെ അരിത ബാബുവിൽ നിന്ന് ഇന്നത്തെ അരിത ബാബുവിൽ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായും ഇന്ന് എനിക്ക് മുന്നിൽ ഇങ്ങനെ ഒരു വലിയൊരു അവസരങ്ങൾ തുറന്നു തന്ന പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. അതുകൊണ്ട് തന്നെ എന്റെ 21ാമത്തെ വയസ്സിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്ത് അംഗമാകാൻ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ 21ാമത്തെ വയസ്സിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായി ആ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ കാലാവധി പൂർത്തിയായ മാസങ്ങൾക്കുള്ളിൽ തന്നെയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 27 വയസ്സ് മാത്രം പ്രായമുള്ള എന്നെ കായംകുളം പോലെയുള്ള ഒരു പുരാതനമായ ഒരു മണ്ഡലത്തിലേക്ക് UDFന്റെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതും ആ പരിഗണനയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ജനവിധി നേടാൻ ഒരു അവസരം നൽകിയതും പ്രസ്ഥാനമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു ആലപ്പുഴ ജില്ലയിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു അവസരത്തിൽ പ്രിയപ്പെട്ട പാർട്ടിയുടെ നേതൃത്വം മറ്റ് സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തിട്ട് പ്രിയപ്പെട്ട ലിജു ചേട്ടനെ കായംകുളത്തെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുമ്പോൾ പാർട്ടി എടുക്കുന്ന ഒരു തീരുമാനത്തിൽ പാർട്ടിയോടൊപ്പം പാർട്ടിയെ ഒരു രീതിയിലും തള്ളിപ്പറയാൻ ഞാൻ ആളല്ല. ഞാനായത് പാർട്ടിയിൽ കൂടിയാണ്, കോൺഗ്രസിൽ കൂടിയാണ്. പ്രിയപ്പെട്ട നേതാക്കൾ, പ്രിയപ്പെട്ട KC വേണുഗോപാൽ അടക്കമുള്ളവർ ആണ് അങ്ങനെയുള്ള അവസരങ്ങൾ തന്നെ എന്നെ ഈ പാർട്ടിയുടെ ഭാഗമാക്കിയത്. പാർട്ടിക്കെതിരായി ഒന്നുമില്ല. പാർട്ടി പറയുന്ന സ്ഥാനാർത്ഥി ഇപ്പോൾ കായംകുളത്തിൽ ലിജു ചേട്ടനാണ്. ലിജു ചേട്ടൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ഞാനും എന്റെ കുടുംബവും അടക്കം എല്ലാവരും മുൻനിരയിൽ തന്നെ ഉണ്ടാകും. സീറ്റ് ലഭിക്കുമെന്ന സൂചനയുണ്ടായിട്ടും നഷ്ടപ്പെട്ട നിരവധി നേതാക്കൾ കോൺഗ്രസിൽ കലാപമുയർത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് അരിത ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നതും ശ്രദ്ധേയമാണ്. CDNet ന്യൂസ് കായംകുളം.